മസാല ബോണ്ട് ഇറക്കാൻ കിഫ്ബിക്ക് അവകാശമില്ല എന്നായി CAG ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടത്രേ. വളരെ വ്യക്തമായ തെളിവ് മസാല ബോണ്ടിന് അനുവാദം കൊടുക്കാനൊക്കെ ഉള്ള ചുമതല RBIക്കാണ്. അവർക്ക് അപേക്ഷ സമർപ്പിച്ച് അവരുടെ അംഗീകാരത്തോടെയാണ് എല്ലാ നടപടികളും സ്വീകരിച്ചിട്ടുള്ളത്. ഇതൊക്കെ വ്യക്തമാക്കിയെങ്കിലും അന്വേഷണത്തിന് ഹാജരാവണമെന്ന് പറഞ്ഞ് എനിക്ക് നോട്ടീസ്. ആ നോട്ടീസിലാവട്ടെ കിഫ്ബിയായിട്ട് ബന്ധപ്പെട്ട രേഖകൾ എൻ്റെ കൈവശമില്ലല്ലോ. അതൊന്നുമല്ല എൻ്റെ എത്രയോ കാലത്തെ ബാങ്ക് അക്കൗണ്ട്, എൻ്റെ കുടുംബാംഗങ്ങളുടെ ബാങ്ക് അക്കൗണ്ട്, ഞാൻ ഡയറക്ടറായിരുന്നിട്ടുള്ള എല്ലാ കമ്പനികളുടെയും വിശദാംശങ്ങൾ, അവരുടെ ആനുവൽ റിപ്പോർട്ടുകൾ, ഇതൊക്കെ എന്തിനാ എന്ന് ചോദിച്ച് ഹൈക്കോടതിയിൽ ഞാൻ ഹർജി കൊടുത്തു. അത് കിട്ടിയപ്പോൾ രേഖകളുടെ എണ്ണം കുറച്ചു, എന്നാലും ഹാജരായേ പറ്റൂ. വീണ്ടും ഹൈക്കോടതിയിൽ പോയി. എന്നെ എന്തിനാ വിളിപ്പിക്കുന്നത്? എൻ്റെ കാരണം പറയണം. കോടതിയും പറഞ്ഞത് വളരെ ന്യായമാണ്. എന്ത് കാരണത്താലാണ് അദ്ദേഹത്തെ വിളിപ്പിക്കുന്നത്? ഇത്രയും നാളായിട്ട് ആ ഒരു ലളിതമായ ചോദ്യത്തിന് മറുപടി പറയാൻ ഇഡിക്കായിട്ടില്ല. ഇഡി കോടതി പറഞ്ഞ പോലെ റോവിംഗ് ഫിഷിംഗ് എക്സ്പെഡീഷനിലാണ് കാടും പടലും തല്ലിയുള്ളൊരു അന്വേഷണം. കാരണം കിഫ്ബി എന്ന് പറഞ്ഞാല് 10,000-കണക്കിന് കോടി രൂപയുടെ ഇടപാട് നടത്തുന്ന സ്ഥാപനമല്ലേ. ഇഡിയുടെ രാഷ്ട്രീയ ജനമാനന്മാർക്ക്, കേന്ദ്രത്തിലെ BJP അധികാരികൾക്ക് അവരുടെ ശീലം ഇങ്ങനെയായിരിക്കാം. ഇത്രയൊക്കെ പണമിടപാട് നടത്തുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമെന്ന്, ഇങ്ങനെ അന്വേഷണം നടത്തിയാൽ എന്തെങ്കിലും കാലുമ തടയുന്നതായിരിക്കും അവർ ചിന്തിക്കുന്നത്. അതുകൊണ്ടായിരിക്കും ഒരു അർത്ഥമില്ലാത്ത ഈ നോട്ടീസുകൾ, ഒരാവശ്യമില്ലാത്ത വിവരങ്ങൾ ചോദിച്ച് അയച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും കോടതി ചോദിച്ച ചോദ്യത്തിന് മറുപടിയില്ല. എന്തിനാ വിളിപ്പിക്കണത്? അതുകൊണ്ട് അവർ അന്വേഷണം നിർത്തി. അന്വേഷണം വിജയകരമായി പൂർത്തീകരിച്ചിരിക്കുകയാണ്. എന്നെ വിളിപ്പിക്കാതെ. എന്നിട്ട് സ്പെഷ്യൽ ഡയറക്ടർ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അഡ്ജുഡിക്കേഷൻ ഡൽഹിയിൽ അവര് ചാർജ് സമർപ്പിച്ചിരിക്കുക. അതിലാണ് ഷോക്കോസ് നോട്ടീസ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും എനിക്കും കിഫ്ബിയുടെ CEO KM എബ്രഹാമിനും അയച്ചിട്ടുള്ളത്. ഷോക്കോസ് നോട്ടീസാണ്. ഈ അഡ്ജുഡിക്കേറ്ററുടെ മുമ്പാകെ വിശദീകരണം നൽകണം. എന്താ വിശദീകരിക്കേണ്ട കാര്യം? ഇപ്പോൾ കിഫ്ബിക്ക് മസാല ബോണ്ട് എടുക്കാനുള്ള അവകാശം ഉണ്ടോ ഇല്ലെന്നൊക്കെ പോയിട്ടോ, അതൊന്നുമില്ല. ഇപ്പൊ ഷോക്കോസിൽ പറയുന്നത് മസാല ബോണ്ട് വഴി എടുക്കുന്ന ഫണ്ട് ഭൂമി വാങ്ങാൻ, പർച്ചേസിന് ഉപയോഗിക്കാൻ പാടില്ല. ഇവിടെ കിഫ്ബി മസാല ബോണ്ട് വഴി എടുത്ത പണം 2600-ൽ പരം കോടി രൂപ, അതിലൊരു ഭാഗം ഭൂമി അക്വയർ ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട്. അത് നിയമവിരുദ്ധമാണ്.
ഭൂമി വാങ്ങാൻ നിയമപ്രകാരം പാടില്ല. ലാൻഡ് സ്പെക്കുലേഷൻ, ഭൂമി വാങ്ങാം, കൂടിയ വിലക്ക് വിൽക്കുക തുടങ്ങിയ കാര്യങ്ങൾ. അപ്പം ഇതാണ് അവസാനം മല എലിയെ പ്രസവിച്ചിരിക്കുന്നത്. കിഫ്ബി മസാല ബോണ്ട് ഇറക്കിയത് തെറ്റില്ല എന്ന്, തെറ്റുണ്ടെന്നൊരു കേസേ ഇടിക്കില്ല. ആകെയുള്ളത് ഭൂമി പർച്ചേസ് ചെയ്തിരിക്കുന്നു. ഞങ്ങളുടെ ഉത്തരം വളരെ ലളിതമാണ് കേട്ടോ. ഭൂമി പർച്ചേസ് ചെയ്തിട്ടില്ല, ഭൂമി അക്വയർ ചെയ്തിട്ടേ ഉള്ളൂ. രണ്ടും രണ്ട് നിയമമാണ്. ഭൂമി അക്വയർ ചെയ്തിട്ടേ ഉള്ളൂ എന്ന് മാത്രമല്ല, ഈ അക്വയർ ചെയ്യുന്ന സമയത്ത് ഭൂമി പർച്ചേസ് ചെയ്യാൻ പാടില്ല എന്നുള്ള നിബന്ധനയും RBI മാറ്റിയിട്ടുണ്ട്. അതാ പറയുന്നത് രാഷ്ട്രീയ കളിയാണ്, വേറൊന്നുമില്ല. തെരഞ്ഞെടുപ്പായി, അപ്പൊരു പുക പടലം സൃഷ്ടിക്കണം. പ്രഥമ ദൃഷ്ടിയ തന്നെ തള്ളിക്കളയാവുന്ന ഒരു കാര്യവും വെച്ച് ഷോക്കോസ് കൊടുത്തിരിക്കുക മുഖ്യമന്ത്രിക്കെതിരായിട്ട്. സെൻസേഷണൽ വാർത്തയാണല്ലോ. ഈ രാഷ്ട്രീയ കളിയാ ഈട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. BJPക്കുള്ള പാദസേവ. പക്ഷെ അതിനൊത്ത് താളം പിടിക്കാനായിട്ട് UDF നേതാക്കന്മാർ ഇറങ്ങുന്നത് സങ്കടകരമാണ്. എൻ്റെ സുഹൃത്ത് രമേശ് ചെന്നിത്തലയുടെ ഒരു TV-യിലെ പ്രതികരണം കേട്ട് പണ്ടേ പറഞ്ഞിട്ടുണ്ടെന്ന്, കിഫ്ബി ശരിയല്ല, പിന്നെ മസാല ബോണ്ട് എടുത്തത് തെറ്റാണ്. മിനിമം കോൺഗ്രസ് നേതാക്കന്മാർ ഒരു കാര്യം ആലോചിക്കുക. നാഷണൽ ഹെറാൾഡ് കേസിൽ സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കെതിരായിട്ട് ED കള്ളക്കേസെടുത്ത ദിവസം തന്നെയാണ് കേട്ടോ ഇത് പുറത്തു വന്നിരിക്കുന്നത്. ഇനിയെങ്കിലും BJPയുടെയും കേന്ദ്ര ഏജൻസികളുടെയൊക്കെ ഇടപെടലിൻ്റെ ദുഷ്ടലാക്കും മനസ്സിലാക്കി രാഷ്ട്രീയ നിലപാടെടുക്കുന്ന ഈ കിഫ്ബി നിയമം UDFും കൂടി ചേർന്ന് പാസ്സാക്കിയിട്ടുള്ളത്. LDF UDF വ്യത്യാസമില്ലാതെ കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളിലും കിഫ്ബി വഴിയുള്ള നിക്ഷേപം, ഏതാണ്ട് 1 ലക്ഷം കോടി രൂപയുടെ നിക്ഷേപം ഈ മണ്ഡലങ്ങളെല്ലാം നടക്കുകയാണ്. എന്നിട്ടാണ് കിഫ്ബി തെറ്റാണെന്നും പണ്ടേ മസാല ബോണ്ടിനെതിരെ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളതാണെന്നും എല്ലാം പറഞ്ഞിറങ്ങുന്നത്. അതുകൊണ്ട് പുച്ഛത്തോടുകൂടി കേരളം ഇത് തള്ളിക്കളയും. കേരളത്തിൻ്റെ വികസന തുരങ്കം വെക്കാനുള്ള BJPയുടെ നീക്കത്തിൻ്റെ എന്തോന്ന് വികസിത കേരളന്മാരുണ്ടാക്കാൻ പോണേ? കേരളത്തിലെ പശ്ചാത്തല സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടിയിട്ട് കേരളത്തിലെ ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തേക്കാൾ മുന്നിൽ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സംവിധാനം ഒരുക്കിയിട്ട് അതിനെ തകർക്കാൻ വേണ്ടി നടക്കുന്ന BJP കേരളത്തെ പിന്നോട്ടടിപ്പിക്കുകയാണ്. ഇതിനെതിരായിട്ടുള്ള വിധിയെഴുത്തായിരിക്കണം തദ്ദേശ ഭരണ സ്ഥാപനത്തിനെടുപ്പ്. കേരളത്തെ തകർക്കാനുള്ള BJPയുടെ കുൽസിത നീക്കത്തിനെതിരായിട്ടുള്ള വിധിയെഴുത്ത് കൂടിയാവണം ഈ തെരഞ്ഞെടുപ്പ്. യെസ്, ചോദ്യങ്ങളാണ്. ആദ്യം ഉത്തരം പറയേണ്ട കാര്യം, കിഫ്ബി വഴി ചെയ്യുന്ന ഈ നിർമ്മാണ പ്രവൃത്തികളൊക്കെ കേരളത്തിൽ അത്യന്താപേക്ഷിതമാണ്. നമ്മുടെ റോഡുകളൊക്കെ നന്നാവണം, നമ്മുടെ പാലങ്ങളൊക്കെ പുതുക്കി പണിയണം, നമുക്ക് തുരങ്കപ്പാത വയനാട്ടിലേക്ക് വേണോ, നമ്മുടെ സ്കൂളിൻ്റെ കെട്ടിടങ്ങളൊക്കെ നന്നാവണ്ടേ, മെഡിക്കൽ കോളേജിൽ പുതിയ ബ്ലോക്കുകൾ വേണ്ടേ,
കേരളത്തിലെ ജനങ്ങൾ പറയുന്നത് ഇവയൊക്കെ വേണം എന്നുള്ളതാണ്. അപ്പൊ 2 ഓപ്ഷനാണ് കേരളത്തിന്റെ മുന്നിലുള്ളത്. നമ്മുടെ ബഡ്ജറ്റിൽ നിന്ന് കുറച്ച് പണം നീക്കിവെച്ച് ഒരു 25-30 വർഷം കൊണ്ട് ഇതൊക്കെ പണിയാം. അതല്ലെങ്കിൽ ഇപ്പൊ കടം വാങ്ങി ഇതെല്ലാം പണിയാം, എന്നിട്ട് 25 വർഷം കൊണ്ട് തിരിച്ചടക്കാം. രണ്ടാമത്തെ മാർഗമാണെങ്കിൽ നിങ്ങളുടെ എൻ്റെയും ജീവിതകാലത്ത് ഇതൊക്കെ യാഥാർത്ഥ്യമാവും. കേരളത്തിന് ഇന്ന് തന്നെ ഈ വികസന നേട്ടങ്ങൾ ഉണ്ടാവും. അപ്പോഴും ചോദ്യം വരുന്നുണ്ട്, ഇത് തിരിച്ചടവ് എങ്ങനെയാ? തിരിച്ചടക്കാം. കേരളം മുടക്കേണ്ട പണം നിയമത്തിൽ വ്യവസ്ഥ ചെയ്തിട്ടുണ്ടെന്ന് രഹസ്യമല്ല. മോട്ടോർ വാഹന നികുതിയുടെ പകുതി കൊടുക്കണം എല്ലാ വർഷവും കിഫ്ബിക്ക്. ആ പണം കൊണ്ട് തിരിച്ചടക്കാവുന്നത് കിഫ്ബി വാങ്ങുള്ളൂ. അതല്ലാതെ ദശലക്ഷക്കണക്കിന് കോടി വായ്പ എടുത്തിട്ടൊന്നും നിർവഹിക്കാൻ പോകുന്നില്ല. അടുത്തൊരു 20 വർഷം കൊണ്ട് മോട്ടോർ വാഹന നികുതിയിൽ നിന്ന് എത്ര കിട്ടുമെന്ന് കണക്കാക്കാലോ. ആ തുകക്കുള്ളതേ വായ്പ എടുക്കത്തുള്ളൂ. അതുകൊണ്ട് തിരിച്ചടവ് ഒരു പ്രശ്നമേ അല്ല. നിയമത്തിൽ വ്യവസ്ഥ ചെയ്തിട്ടുള്ള പണം കിഫ്ബിക്ക് കൊടുത്തേച്ചാൽ മതി. അതുകൊണ്ട് ഒരു കടക്കണിയിലും പോവില്ല. നമ്മുടെ നാട്ടില് ഈ പശ്ചാത്തല സൗകര്യങ്ങളൊക്കെ ഇന്നുണ്ടാവും. നമ്മുടെ കൺമുമ്പിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തൊരു ഭാവനയാണ് രമേശ് ചെന്നിത്തലക്കൊക്കെ. അവിടെ കനേഡിയൻ പെൻഷൻ ഫണ്ട്, ആ പെൻഷൻ ഫണ്ട് അവർക്ക് ഫണ്ടുണ്ടല്ലോ, പെൻഷൻ തുകകൾ കൂട്ടിയുള്ള ഫണ്ട്. അതിൽ നിന്നുള്ള വരുമാനം കൊണ്ട് വേണം പെൻഷൻകാർക്ക് പൈസ കൊടുക്കാൻ. അപ്പോൾ ഇത് പല മേഖലകളിൽ നിക്ഷേപിക്കും. പലിശക്കാവാം, ലാഭത്തിനാവാം, ഇല്ല. അങ്ങനെ ഈ പെൻഷൻ ഫണ്ട് ലാവലിൻ്റെയും ഷെയർ വാങ്ങിയിട്ടുണ്ടെന്നുള്ളതാണ്. നമ്മുടെ ബോണ്ടുകളിൽ നിക്ഷേപിക്കുന്ന പോലെ ഷെയറുകളിൽ നിക്ഷേപിക്കും. അങ്ങനെയാണ് ഒരു ബിസിനസ് മോഡല്. അത് വെച്ചിട്ടാണ് ലാവലിനുമായിട്ടുള്ള ഏർപ്പാടാണെന്നും പറഞ്ഞിറങ്ങിയിരിക്കുന്നത്. ഇങ്ങനെയാണ് ഇവരെ പോലുള്ള പന്നതരായിട്ടുള്ള രാഷ്ട്രീയ നേതാക്കന്മാര് ഇത്തരത്തിലുള്ള എന്താ പറയേണ്ടതിനൊക്കെ പ്രസ്താവനകൾ നടത്തുന്നത്. ഇനി എന്തോന്നാ ഈ ലാവലിൻ ചെയ്തിട്ടുള്ളത്? ലാവലിനായിട്ട് കരാറുണ്ടാക്കിയത് കോൺഗ്രസ് സർക്കാരാ, ഇല്ലേ? ലാവലിനോട്ട് കരാറുണ്ടാക്കിയത് കേരളത്തിലെ മുഴുവൻ വൈദ്യുതി നിലയങ്ങളും നന്നാക്കാനുള്ള കരാറ് അവർക്ക് എഴുതി കൊടുത്തു. പിണറായി വിജയൻ ചെയ്തെന്താണെന്നറിയോ? അത് റദ്ദാക്കി. എന്നിട്ട് പറഞ്ഞു, നമ്മുടെ പള്ളിവാസൽ ശങ്കുളം പന്നിയാർ പദ്ധതി അത് MOU മാത്രമല്ല, കരാറ് തന്നെ ഒപ്പിട്ടിരിക്കുന്നതുകൊണ്ട് അത് മുന്നോട്ട് പോട്ടെ, ബാക്കി മുഴുവനും റദ്ദാക്കുന്നു. അതിന്റെ പേരില്ല ഈ ലാവലിൻ തട്ടിപ്പ് എന്ന് പറഞ്ഞു നടക്കുന്നത്. കോൺഗ്രസിന്റെ കമ്പനിയാണെന്ന് ലാവലിൻ കമ്പനി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.